നിങ്ങളൊരു ഫുഡിയാണോ എങ്കിൽ നിങ്ങളെ കാത്തിരിക്കുന്ന അത്ര നല്ല ദിനങ്ങളൊന്നുമല്ല. പറഞ്ഞു വന്നത് ഈ അടുത്ത് വന്ന ഒരു ന്യൂസ് റിപ്പോർട്ടിനെ കുറിച്ചാണ്. റീസെൻ്റ്ലി വന്ന ന്യൂസ് റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ ഇൻഫ്ലേഷൻ 6.2% ഉയർന്നിരിക്കുകയാണ്. ഇതിന് മേജർ ആയിട്ടുള്ള ഒരു റീസൺ പറയുന്നത് വളരെയധികം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഫുഡ് ഇൻഫ്ലേഷനാണ്. ഫുഡ് ഐറ്റംസിന് വളരെയധികം ഇന്ത്യയിൽ ഇപ്പോൾ വില കൂടിക്കൊണ്ടിരിക്കുന്നു. ഈ റീസെന്റ് റിപ്പോർട്ട് പ്രകാരം RBI പറയുന്നത് ഇന്ത്യയിൽ ഇൻഫ്ലേഷൻ 6.2% എത്തി എന്നുള്ളതാണ്. അതിനൊക്കെ മുമ്പായി എന്താണ് ഇൻഫ്ലേഷൻ എന്ന് നമുക്ക് പറയാം. ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല, ഒരു എക്കണോമിയിലെ ജനറൽ പ്രൈസ് ഹൈക്കിനെയാണ് നമ്മൾ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. അതായത് ആ എക്കണോമിയിലുള്ള എല്ലാ ഗുഡ്സിനും ഇൻ ജനറൽ ഒരു പ്രൈസ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ അതിനെ നമുക്ക് ഇൻഫ്ലേഷൻ എന്ന് വിളിക്കാം. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കൂ, നമ്മുടെ സ്കൂൾ കാലഘട്ടങ്ങളിൽ നമ്മൾ ലൈം ജ്യൂസ് ഒക്കെ കുടിക്കാൻ പോകുന്ന സമയത്ത് ലൈം ജ്യൂസിന് 10 രൂപ 15 രൂപയേ ഉണ്ടായിരുന്നുള്ളൂ അല്ലേ. പക്ഷെ ഇന്നൊരു ലൈം ജ്യൂസ് കുടിക്കണം എന്നുണ്ടെങ്കിൽ അതിന് 25 രൂപയോളം നമ്മൾ കൊടുക്കേണ്ടി വരുന്നു. പക്ഷെ നാരങ്ങയും വെള്ളവും പഞ്ചസാരയും അന്നും ഇന്നും എന്തെന്ന് ഈ 3 സാധനങ്ങൾ തന്നെ ലൈം ജ്യൂസിൽ ആഡ് ചെയ്യുന്നുള്ളൂ. പക്ഷേ ഇവിടെ എന്ത് സംഭവിച്ചിട്ടുണ്ട്? പ്രൈസിൽ മാറ്റം വന്നിട്ടുണ്ട്. ഈ ഒരു ഫിനോമിനയാണ് നമ്മൾ ഇൻഫ്ലേഷൻ എന്ന് വിളിക്കുന്നത്. ഇത് ഇങ്ങനെ എക്കണോമിയിൽ എല്ലാ ഭാഗത്തേക്കും എല്ലാ ഗുഡ്സിലും കാണുന്നതിനെയാണ് നമ്മൾ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. ദ റീസെന്റ് റിപ്പോർട്ട് പ്രകാരം നമ്മുടെ ഇൻഫ്ലേഷൻ CPI കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് എന്ന് പറയുന്നത് 6.2% ആയി മാറിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇത് ഇത്രയും വറിയിങ്സം ഫാക്ട് ആവാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത്, നമ്മുടെ ഇൻഫ്ലേഷൻ ടാർഗറ്റ് പ്രകാരം ഗവൺമെന്റ് നിശ്ചയിച്ചിരിക്കുന്നത് RBIയോട് 2 to 6%, അതായത് 4 ± 2 ആയിരിക്കണം നമ്മുടെ ഇൻഫ്ലേഷൻ ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത്. പക്ഷേ ഈ വന്നിട്ടുള്ള റിപ്പോർട്ട് പ്രകാരം ഇപ്പൊ പ്രസന്റ് ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത്, പ്രസന്റ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് 6.2 ആയിരിക്കുന്നു. അതായത് 0.2% എന്താണ് നമ്മുടെ ടാർഗറ്റ് ലിമിറ്റിനെക്കാട്ടും കൂടുതലാണ്. അതായത് ഇപ്പോൾ എക്കണോമിയിൽ ഇൻഫ്ലേഷൻ അല്ലെങ്കിൽ പണപ്പെരുപ്പം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സാധനങ്ങളുടെ വില കൂടുന്നതിന്റെ റേറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിച്ച ടാർഗറ്റിന്റെയും പുറത്താണ് ഇപ്പോൾ അറ്റ് പ്രസന്റ് ഉള്ളത്. 6.2%ലേക്ക് എന്ത് വരുന്നുണ്ട്? ആ ടാർഗറ്റിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതുപോലെ തന്നെ ഇതിന് മേജറായ റീസൺ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇൻഫ്ലേഷൻ ഇപ്പോൾ വരാനുള്ള മേജർ റീസൺ ആയിട്ട് റിപ്പോർട്ടിൽ പറയുന്നത് ഫുഡ് ഇൻഫ്ലേഷൻ കാരണമാണ്. എന്തുകൊണ്ടായിരിക്കും ഫുഡിന് ഇപ്പോൾ ഇത്ര പെട്ടെന്ന് പ്രൈസ് കൂടുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. അതിന് മേജർ ആയിട്ടുള്ള റിപ്പോർട്ട് തന്നെ പറയുന്ന റീസൺസ്, ഒന്ന് അൺസീസൺഡ് ആയിട്ടുള്ള റെയിൻ ആണ്. നമുക്കറിയാം ക്ലൈമറ്റ് ചേഞ്ചിന്റെ ഭാഗമായിട്ട് ഇപ്പൊ എന്ത് വരുന്നുണ്ട്? മഴയ്ക്കും കാര്യങ്ങൾക്കൊന്നും എന്തല്ല പ്രത്യേകിച്ച് ഒരു സീസണോ സമയമോ ഒന്നുമില്ല. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ പല വെജിറ്റബിൾ പോലെയുള്ള പെരിഷബിൾ ആയിട്ടുള്ള ഗുഡ്സുകളെല്ലാം ചീഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. അതിന്റെ ഭാഗമായിട്ട് ഒരു സപ്ലൈ സൈഡ് ഷോക്ക് എക്കണോമിയിൽ വരികയും ഈ സപ്ലൈ സൈഡ് ഷോക്ക് കാരണം സാധനങ്ങളുടെ ലഭ്യത കുറയും, സാധനങ്ങൾക്ക് വില കൂടുന്നു. രണ്ടാമത് വേറൊരു റീസൺ ആയി വരുന്നത് ഓയിൽ പ്രൈസസിന്റെ അല്ലെങ്കിൽ ഓയിൽ സീഡ്സിന്റെ പ്രൈസസ് കൂടുക എന്നുള്ളതാണ്. ഇത് മേജറായിട്ട് വരാനുള്ള റീസൺസ് സപ്ലൈ ചെയിൻ ഡിസ്ട്രപ്ഷൻസ് ആണ്. സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ കൺട്രീസ് ആണ് മേജറായിട്ട് ഓയിൽ പ്രൊഡ്യൂസിങ് കൺട്രീസ്. നമ്മളൊരു നെറ്റ് ഓയിൽ ഇമ്പോർട്ടറുമാണ്. അപ്പോൾ ഈ ഓയിൽ പ്രൈസിലുള്ള ഡിസ്ട്രപ്ഷനും നമ്മൾ എന്തിൽ ബാധിക്കുന്നുണ്ട്? നമ്മുടെ ഫുഡ് പ്രൈസസ് കൂട്ടുവാൻ വേണ്ടി കാരണമാവുന്നുണ്ട്. അതേപോലെ തന്നെയാണ് സപ്ലൈ ചെയിൻ ഡിസ്ട്രപ്ഷനും എന്താണ്? നമ്മുടെ പ്രൈസ് ഇൻക്രീസ് ചെയ്യാനുള്ള വൺ ഓഫ് ദി റീസൺ ആണ്. അതേപോലെ തന്നെ നമ്മൾ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് പോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ഇൻഡെക്സ് ആണ് കൺസ്യൂമർ ഫുഡ് പ്രൈസ് ഇൻഡെക്സ്. കൺസ്യൂമർ ഫുഡ് പ്രൈസ് ഇൻഡെക്സ് എന്ന് പറയുന്നത് CPI എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയായിരിക്കും, ഒരു വൈഡ് ബാസ്ക്കറ്റ് ഓഫ് കൺസ്യൂമേഴ്സ് ഉപയോഗിക്കുന്ന വളരെ വൈഡ് ബാസ്ക്കറ്റ് ഓഫ് ഗുഡ്സ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഇൻഫ്ലേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. പക്ഷേ കൺസ്യൂമർ ഫുഡ് പ്രൈസ് ഇൻഡെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് പ്രൈസസിന്റെ മാത്രം അല്ലെങ്കിൽ ഫുഡിന്റെ ഇൻഫ്ലേഷൻ മാത്രം കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എടുക്കുന്ന ഒരു ഇൻഡെക്സ് ആണ് കൺസ്യൂമർ ഫുഡ് പ്രൈസ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. സോ കൺസ്യൂമർ ഫുഡ് പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് റീറ്റെയിൽ ലെവലിലുള്ള ഫുഡ് ഐറ്റംസിന്റെ പ്രൈസസിൽ വരുന്ന വ്യതിയാനങ്ങളാണ്. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് CPI കാൽക്കുലേറ്റ് ചെയ്യുന്ന പോലെ തന്നെ ഇതും കാൽക്കുലേറ്റ് ചെയ്യുന്നത് ആര് തന്നെയാണ്? NSO തന്നെയാണ്, നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇതിന്റെ ബേസ് ഇയർ കൂടി ഓർത്തിരിക്കുക, 2012 തന്നെയാണ് ഇതിന്റെ ബേസ് ഇയർ ആയിട്ട് വരുന്നത്. ഇനി എന്തുകൊണ്ടാണ് ഫുഡ് ഇൻഫ്ലേഷൻ ഇത്ര ഇമ്പോർട്ടൻ്റ് ആവുന്നതെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, കഴിഞ്ഞ തവണയും ഈ കഴിഞ്ഞ UPSC മെയിൻസിലും UPSC ചോദിച്ചുള്ള ചോദ്യമാണ്, വാട്ട് ആർ ദ റീസൺ ഫോർ പ്രസന്റ് ഫുഡ് ഇൻഫ്ലേഷൻ? ഇപ്പം ഇന്ത്യൻ എക്കണോമിയിൽ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഫുഡ് ഇൻഫ്ലേഷൻ വളരെയധികം കൂടിയിരിക്കുകയാണ്. ഓക്കെ, ആൻഡ് ദ സെക്കൻഡ് പാർട്ട് ഓഫ് ദ ക്വസ്റ്റ്യൻ വാസ്, എന്തൊക്കെ മെഷേഴ്സ് ആണ് ഇത് കൺട്രോൾ ചെയ്യാൻ വേണ്ടി RBIക്ക് ഉണ്ടായിരുന്നത് എന്നുള്ളതായിരുന്നു ചോദ്യം. സോ എങ്ങനെയാണ് നമുക്ക് ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് മേജർ ആയിട്ടുള്ള മെഷേഴ്സ് ആണ്? ഒന്ന് മോണിറ്ററി പോളിസി തന്നെയാണ്. സോ മോണിറ്ററി പോളിസി ബൈ മന്ത്ലി എന്ത് ചെയ്യുന്നുണ്ട്? മോണിറ്ററി പോളിസി കമ്മിറ്റി കൂടുന്നുണ്ട്. ഇതിന്റെ ഭാഗമായിട്ട് ഇന്ത്യയിലെ റിപ്പോ റേറ്റ് ഇൻട്രസ്റ്റ് നിരക്കിൽ എന്ത് ചെയ്യാം? മാറ്റങ്ങൾ വരുത്തിയിട്ട് നമുക്ക് ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യാം. അതുപോലെ തന്നെ മറ്റൊരു മെക്കാനിസമാണ് സപ്ലൈ സൈഡ് പോളിസീസ്. കാരണം
ഈ ഫുഡ് പ്രൈസസ് പോലെയുള്ള പ്രൈസസ് കൂടാൻ മോണിറ്ററി പോളിസിയിൽ മാത്രം മാറ്റം വരുത്തിയതുകൊണ്ട് കാര്യമില്ല. സാധാരണയായിട്ട് വെജിറ്റബിൾസിൻ്റെയും അതുപോലെയുള്ള ഫ്രൂട്ട്സിൻ്റെയൊക്കെ അവൈലബിലിറ്റി ഉറപ്പുവരുത്തുക, സപ്ലൈ സൈഡിലുള്ള സപ്ലൈ ചെയിനിലുള്ള പ്രോബ്ലംസ് എന്ത് ചെയ്യുക, അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് ഇതിനുള്ള ഒരു സൊല്യൂഷനായിട്ട് നമുക്ക് പറയാൻ പറ്റുക. അപ്പോൾ ആ സൊല്യൂഷൻ എത്തണം എന്നുണ്ടെങ്കിൽ ഗവൺമെന്റ് ആക്റ്റീവായിട്ട് എന്ത് ചെയ്യണം, ഇതിലൊരു പോളിസി മെഷർ എടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ സപ്ലൈ സൈഡ് ഷോക്സ് അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ളത് അനദർ സൊല്യൂഷനാണ്. അതേപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്ട് ആണ് ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യാൻ RBI മാത്രം വിചാരിച്ചിട്ട് കാര്യമില്ല. ഫിസിക്കൽ പോളിസി, ഗവൺമെന്റിന്റെ പോളിസി കൂടി എന്തായിരിക്കണം, കൃത്യമായിരിക്കണം. ഗവൺമെന്റ് ആക്റ്റീവായിട്ട് ഡിസിഷൻസ് എടുത്തു കഴിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കംപ്ലീറ്റ് ആയിട്ട് ഇൻഫ്ലേഷൻ നമുക്ക് നമ്മുടെ കൺട്രോളിൽ കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ പ്രസന്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് 2 to 6% ആണ്. അതായത് 4 ± 2 ആണ് ടാർഗറ്റ്. ഇപ്പോൾ എന്താണ് ടാർഗറ്റ് 6ന്റെ മുകളിലാണ് ഉള്ളത് എന്നതാണ് പ്രശ്നം. സോ നിങ്ങൾക്ക് ഇൻഫ്ലേഷൻ എന്താണെന്നും കൺസ്യൂമർ ഫുഡ് പ്രൈസ് ഇൻഡെക്സ് എന്താണ് എന്നുള്ളതും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. താങ്ക് യു. അടുത്ത വീഡിയോയുമായി ഉടൻ കാണാം. ഗുഡ് ബൈ.